അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ബ്ലെൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓട്ടോ ബ്ലെൻഡ് നമ്മൾ അതിൻ്റെ ഓവർലേസ് ഒക്കെ പല രീതിയിൽ നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. അത് ചില ഒബ്ജക്ട്സിനെ നമുക്കത് ഷൂട്ടബിൾ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എറേസ് ഒന്നും ചെയ്യാതെ ഓട്ടോ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഫോട്ടോസിൽ നിന്ന് എങ്ങനെ ഈ ഫോട്ടോസ് ആയി എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇമേജ് നമ്മളിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഇമേജ്, അത് ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. HD ഇമേജസും ഫോട്ടോസും കിട്ടുന്ന ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം, പിക്സൽ എന്നുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ രീതിയിലുള്ള HD, അതിൽ കൂടുതലുള്ള 4K ഇമേജസ് എല്ലാം അവൈലബിൾ ആണ്, ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇമേജസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേണ്ടത് ഈ ഇമേജിനെ ബ്ലെൻഡ് ചെയ്യാൻ ഒരു ഇമേജും കൂടെ വേണം. അപ്പം അതും നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഷാർക്കിൻ്റെ ഇമേജ്. ഓക്കെ, അതും കൂടെ നമുക്കിനി ഒന്ന് എടുത്തു വെച്ച് കൊടുക്കാം. ഓക്കെ, അതൊരു വേറെ ടാബിലായിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെയർ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി കൺട്രോൾ T അടിച്ചിട്ട് അതിൻ്റെ നമുക്ക് ഏത് ഇതിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ ഫസ്റ്റ് ഇമേജിൻ്റെ വാട്ടറിൻ്റെ സാച്ചുറേഷനും സെക്കൻഡ് ഇമേജിൻ്റെ സാച്ചുറേഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ചിലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇമേജസ് ഒക്കെ എടുത്തിട്ട് ഈ നോർമലി പോയിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. അതൊന്നും നമുക്ക് എല്ലാ ഒബ്ജക്ട്സിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളതിൻ്റെ ഹാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിവിടെ ഷൂട്ടബിൾ അല്ല, ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറേഞ്ച് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടി. ഓക്കെ, ചിലവരത് എറേസ് ചെയ്ത് നോക്കുന്നവരുണ്ട്. എറേസ് ചെയ്താലൊന്നും കറക്റ്റ് നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് 2 ലെയറും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ എഡിറ്റിൽ പോവുക. അവിടെ നേരെ ഓട്ടോ അലൈൻ ലേയേഴ്സും ഓട്ടോ ബ്ലെൻഡ് ലേയേഴ്സും 2 ഉണ്ട്. അതിൽ ഓട്ടോ ബ്ലെൻഡ് ലെയർ നമ്മൾ കൊടുക്കുക. അതിനകത്ത് 2 ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പനോറമയും ഉണ്ട്, സ്ട്രാക്ക് ഇമേജസും ഉണ്ട്. ഓക്കെ, അത് 2ഉം കൊടുക്കുക. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുന്നതിന് മുമ്പേ ഈ താഴെ കാണുന്ന 2 ഓപ്ഷൻസും അത് എനേബിൾ ആണോ എന്ന് നോക്കിയിട്ട് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഇമേജ്, അപ്പോൾ എല്ലാ ഇമേജസിലും ഒന്നും കറക്റ്റ് നമ്മുടെ ആ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻസ് വരണമെന്നില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഇമേജസിൻ്റെ നമ്മൾ ഒരു ക്രിയേറ്റീവ് വേണം. അപ്പോൾ ഇന്ന ഇമേജസ്, ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ ഒരാൾ സ്വിം ചെയ്യുന്ന ഒരു ഇമേജാണ്. അതൊരു ഓഷ്യൻ്റെ താഴെ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒരു ഷാർക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ വെച്ച് കഴിയുമ്പോഴത്തേന് അത് ചിലപ്പോൾ ബ്ലെൻഡ് ആകും, ചിലപ്പോൾ ബ്ലെൻഡ് ആവാതിരിക്കാം. പക്ഷെ അത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ വേണം. ഇപ്പോൾ അത് ഷാർക്കിനെ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിയുമ്പോൾ അതൊരു നമുക്ക് ഓൾറെഡി ഊഹിക്കാനുള്ളത് ഒരു ഇമേജാണ്, അടിയിൽ ഷാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്രിയേറ്റീവായിട്ടുള്ളത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, സ്ട്രാക്കിംഗ് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ലോഡിങ് ആവുന്നുണ്ട്, കണ്ടില്ലേ? കറക്റ്റ് ആ ഒരു ഇത് കിട്ടി. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് കൊടുത്തതിൽ ഷാർക്കിൻ്റെ ഇമേജ് കുറച്ചും കൂടെ ഒന്ന് ഇനി നമുക്കൊന്ന് പൊക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറ്റില്ല. ഇനി നമ്മൾ ഒന്നും കൂടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അപ്പ് ചെയ്തിട്ട് വേണം. കാരണം ഇപ്പോൾ അതിന് ആ ഷാർക്കിൻ്റെ ഫേസും ആ ഹ്യൂമൻ്റെ ഫേസും കറക്റ്റ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷാർക്കിൻ്റെ ഫേസ് കുറച്ചുകൂടെ കാണണമെങ്കിൽ അതിൻ്റെ ഇമേജസ് കുറച്ചുകൂടെ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത ഔട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇതൊരു മൂവി പോസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി നമ്മൾ ഫയൽ എടുത്ത് ഞാൻ ഓൾറെഡി കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഒരു പേര് കൊടുക്കാം. ഒരു മൂവി ടൈറ്റിൽ എന്ന പോലെ ഒരു പേരും എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തത് കൊടുത്തിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് ഒച്ചിട്ടൊന്ന് വലിപ്പം വെച്ച് ഇതാക്കി കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഇമേജ് ഉണ്ട്, ഈ മൂവിയുടെ ടൈറ്റിൽസും കാര്യങ്ങളും. ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴോട്ട് വെക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഓവറോൾ ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ നേരെ കളർ ഓവർലേ അടിച്ച്, അത് റെഡാണ് കിടക്കുന്നത്, നമ്മൾ നേരെ വൈറ്റ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം മേളിലത്തെ ഒരു ഇതിനു വേണ്ടി ഞാനൊരു സ്റ്റാർ മൂവീസിൻ്റെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് വെക്കാം. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഓവറിലെ കളർ മാറ്റിയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയി വൈറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതൊരു ഒറിജിനാലിറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലേയേഴ്സ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. മെർജ് ലെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മെർജ് ലേയേഴ്സ് എന്ന് പറഞ്ഞ് മെർജ് വിസിബിളും മെർജ് ലേയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതൊരു ലെയർ ആയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ആ ടെക്സ്റ്റ് ലെയർ അണേബിൾ ആയിരുന്നു, അതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് ഇതായത്. ഓക്കെ, മെർജ് ലെയർ അടിച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ കളർ ലുക്കപ്പിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതിട്ട് കൊടുക്കും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്, എക്സ്പോഷർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇത് ഇപ്പോൾ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത 2 ഇമേജസുമായിട്ട് ഒരു ഗ്രേഡ് വന്നിട്ടുണ്ട്, കളർ ഗ്രേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് നമ്മൾ ഓട്ടോ ബ്ലെൻഡ് അടിക്കുമ്പം യാതൊരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ലെയർ ആക്കിയ പോലെ ഒന്നും തോന്നില്ല, നല്ല ഒറിജിനാലിറ്റി കിട്ടും. കണ്ടില്ലേ? ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്കിനി ടോപ്പിക്കുകൾ ഇനിയും വരും, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.